സുവിശേഷം വായിക്കുമ്പോൾ യേശുവിനോട് ചോദ്യം ചോദിക്കുന്ന പലരെയും കാണാൻ പറ്റും. അതന്നും ഇന്നും സംഭവിക്കുന്നുണ്ട്. ഈ സംശയം ചോദ്യം ചെയ്യലുമൊക്കെ യേശുവിനെ രക്ഷകനായി അംഗീകരിക്കാത്തതിൻ്റെ ലക്ഷണമാണ്. അവൻ നമുക്ക് മതിയായവനാണെന്നുള്ള ഒരു തിരിച്ചറിവ് ലഭിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമരിയക്കാരി സ്ത്രീ യേശുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എൻ്റെ കയ്യിൽ കയറും പാളയും ഒന്നും കാണുന്നില്ല, കിണറാണെങ്കിൽ ആഴമുള്ളതും. ഇതുപോലെ നമ്മിൽ ചില ചോദ്യങ്ങൾ അതേ രീതിയിലല്ലെങ്കിലും അതിന് സമാനമായ രീതിയിൽ ചോദിക്കുന്ന ചിലരെ കണ്ടിട്ടുണ്ട്. ഇതെങ്ങാനും സംഭവിക്കാൻ പോകുന്നുണ്ടോ? ഇതിൻ്റെ അർത്ഥം ദൈവത്തിന് അവയൊക്കെ അസാധ്യമാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ടാണ് ആരാണ് നിന്നോട് ചോദിക്കുന്നതെന്നും അവൻ നൽകുന്നത് എന്താണെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് സമരിയക്കാരിയോട് മറുപടി പറയാൻ കാരണം. സ്നേഹമുള്ള സഹോദരങ്ങളെ, അവനിൽ വിശ്വാസം ഉറപ്പിക്കുവാൻ എന്തു വന്നാലും എനിക്ക് അവൻ മതിയായവനാണ് എന്ന് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാവണം. അത്യാവശ്യം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും അവിടെയാണ് രക്ഷകനെ നമ്മൾ ഏറ്റുപറയുന്നത്. അങ്ങനെയുള്ളൊരു വിശ്വാസത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ ഇടയാകട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.